അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് മേപ്പാടി പഞ്ചായത്തിൽ തൃക്കൈപ്പറ്റാണ് സ്ഥലത്തുള്ളത്. ഇവിടെ നമ്മളെ ഫാത്തിമ സിയാനെ ഞങ്ങൾ നേരത്തെ നമ്മളെ ബുള്ളറ്റ് മാനുക്കാരൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൾ പഠിക്കുകയാണ്. കാരണം ഒരു ദാർപ്പായൻ്റെ ഉള്ളിലാണ് അവർ കഴിഞ്ഞുകൂടിയത്, അവളും ഉമ്മയും ഉപ്പയൊക്കെ. വല്ലാത്ത ചൂരൽമലയിൽ വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു, എപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് സുന്ദരമായ ഒരു സ്വർഗീയ ഭവനം നമ്മുടെ ചൂരൽമല മുണ്ടക്കൈക്കാർക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ച, ഇതിൻ്റെ കൂടെ ഒരുപാട് നല്ല മനുഷ്യസ്നേഹികളെ സഹായത്തോടെ നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ ദാനമാണ് ഇവിടെ നിർവഹിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഒരുപാട് സ്നേഹനിധികളായ നല്ല മക്കൾ, കേൾട്ടൺ ഗ്രൂപ്പ് പറഞ്ഞ മലപ്പുറത്തിൻ്റെ, അതായത് എങ്ങനെ അവരെ ഞാൻ വർണ്ണിച്ച് പറയാൻ എനിക്കറിയില്ല. എവിടെ ദുരന്തം ഉണ്ടാകുമ്പോഴും എവിടെ വിഷമം ഉണ്ടാകുമ്പോഴും ഓടിയെത്തുന്ന ഞങ്ങളെ മക്കളെ വകയാണ്, അതായത് കേൾട്ടൺ ഗ്രൂപ്പിൻ്റെ വകയാണ് ഈ വീട്. അവരാണ് ഇതിന് ഫണ്ട് നൽകിയിട്ടുള്ളത്. അവരെ വകയാണ് നമ്മുടെ ഫാത്തിമ സിയാക്ക് ഈ സുന്ദരമായ ഭവനം ഇന്ന് താക്കോൽ നൽകിയിട്ടുള്ളത്. ഇനി അവളെ ആഗ്രഹം പഠിച്ച് വലിയ ആളാവണം, ഡോക്ടറായി ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കണം, രോഗികളെ ചികിത്സിക്കണം, ആ രോഗികൾക്ക് സാന്ത്വനം നൽകുക എന്നുള്ള, അത് ഈ വീട്ടിൽ നിന്ന് തന്നെ ആവട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അല്ലേ ഫാത്തിമ? എന്താണല്ലേ അല്ലേ? ഓക്കെ അല്ലേ? 100%. ഒന്ന് പനിയാണ് അവൾക്ക്, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. എന്നാലും ഞങ്ങൾ മോൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവളിപ്പോൾ ഒരു സുഖമില്ലാത്ത ആളും കൂടിയാണ്. ആ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ നമ്മൾ ആരും സങ്കടത്തോടെ ഇന്ന് അവൾ ഇനി സുഖമായിട്ട് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇനി നാളെ സമ്പത്ത് വന്ന് ഡോക്ടറൊക്കെ ആയി വലിയ ആളാകുമ്പോൾ ഇതുമാതിരിയുള്ള പാവപ്പെട്ടവർക്ക് വീടും നിർമ്മിച്ച് കൊടുക്കും. അല്ലേ? അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഞങ്ങളെ സൈഫുവിൻ്റെ മോന്. ഇപ്പോൾ ഞാനും ഓനും പാടെ നിധിക്കുടുക്ക തുടങ്ങിയിട്ടുണ്ട്. ആ നിധിക്കുടുക്കിയിലുള്ള കാശ് കൊടുത്തപ്പോൾ എൻ്റെ ഉമ്മ ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് എന്തിനാ കാശ്? ഇത് മാനുക പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നതാണ്, അത് ഞാൻ പാവപ്പെട്ടവർക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കേൾട്ടൺ ഗ്രൂപ്പിൽ ഓനുംപാടെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങായിട്ടുണ്ട്. അല്ലേ? ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അവിടെ നമ്മളിന്ന് ഇവിടെ കുറേ ദിവസമായിട്ട് ഇതിന് പിന്നാലെ വണ്ടി പാഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിരുന്നു. നമ്മളെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എഞ്ചിനീയറെ കാണാനും സ്ഥലം കാണാനും പല പ്രാവശ്യങ്ങളായിട്ട്. പക്ഷെ ഓൽക്കൊന്നും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളിന്ന് ആർക്കൊക്കെ ഒഴിവുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒഴിവ് ഉണ്ടാക്കിയാണ് പോകുന്നതാണ്. കാരണം വെച്ചാൽ മനുക്ക ഇപ്പോൾ ബുദ്ധിമുട്ടിയാത്രയൊന്നും ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്ത് വളരെ ചെറിയ കാര്യങ്ങളാണ്. ഗ്രൂപ്പിന്റെ പേര് ഞങ്ങള് കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്ബാണ്. മലപ്പുറം ജില്ല മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഞങ്ങള് കൂട്ടായ്മയില് ഒരുപാട് ആൾക്കാർ, 280 ആള് ഞങ്ങളെ കൂട്ടായ്മയിലുണ്ട്. എല്ലാവരും വണ്ടിയുള്ള ആൾക്കാരാണ്. ഞങ്ങളിപ്പോ ഇവിടെ ഇത് സംഭവിച്ച അന്ന് തന്നെ സി ഐ ഞങ്ങളെ ഫസ്റ്റ് വിളിച്ച് ഞങ്ങളെല്ലാവരും വന്ന് ഞങ്ങളവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഞങ്ങൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇവിടുന്ന് പോകുന്നത്. കുറെ ആൾക്കാർ ഡോക്ടർമാരായിട്ട് വരാനും എല്ലാ സംഗതികൾക്കും പങ്കെടുത്തിട്ട് ആൾക്കാർ ഇതിന് വലിയ സംഖ്യയായിട്ട് തന്ന കുറെ ആൾക്കാരുണ്ട്. ഓൾക്ക് എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഗോവയിൽ 27-ാം തീയതി 28 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ഉണ്ട്. അപ്പൊ ആ ഇവന്റിന് പോകുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ എല്ലാവരും ആ ഒരു കാര്യത്തിട്ട് തിരക്കായതുകൊണ്ടാണ് ആരും എത്തിപ്പെടാവുന്നത്. ഞങ്ങളോട് ജസ്റ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. താക്കോൽദാനുള്ളതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ വന്ന് ജസ്റ്റ് ഞങ്ങളതിലൊന്ന് പങ്കെടുത്തു, അത്രേ ഉള്ളൂ. ഏതായാലും ഞങ്ങളൊരു ചാവി കൊടുത്ത് ഇവരങ്ങോട്ട് താമസിപ്പിച്ച് ഞങ്ങൾ ഉത്തരവാദിത്തം കഴിഞ്ഞില്ല. ഞങ്ങളെ തുടർന്ന് പോലെ എല്ലാ കഷ്ടപ്പാടും എല്ലാം നോക്കി അറിഞ്ഞ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തും ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ടും അതേമാതിരി ദുരിതം അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യും. അതിന് ഞങ്ങൾക്ക് പഠിച്ചോൻ തോഫിക്ക് നൽകട്ടെ, ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാം റായത്തായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും താമസിക്കുന്നത് നല്ല സമാധാനത്തോടെ താമസിക്കാനും അവർക്ക് കഴിയട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനുമാണ്. വയനാട്ട് മേപ്പാടി തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്താണ്. വീഡിയോസൊക്കെ കണ്ടു, മാനുക്കാൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടു. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് വീടുകളുടെ താക്കോൽദാനായിരുന്നു. നമ്മൾ കുറച്ച് മുന്നേ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് മുതൽ ഇതിൻ്റെ തറക്കല്ലിടുന്ന മുതലുള്ള വീഡിയോസുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കാണാൻ താല്പര്യമുള്ളവരുണ്ട്. നാസർ മാനുക്കാൻ നേതൃത്വത്തിൽ നമ്മളെ കുറ്റൂർ അബ്ദുറഹ്മാനാജിനെ ഓരോ വീഡിയോസിലും നമ്മൾ പ്രതിപാദിക്കേണ്ട ഒരു മനുഷ്യനാണ് ഈ കുറ്റൂർ അബ്ദുറഹ്മാനാജി. നാസർ മാനുക്ക് ഇങ്ങനെ ഒരു ആശയം, ആ ഒരു ദുരന്തം നടന്ന ഉടനെ ഇങ്ങനെ ഒരു ആശയം പറയുന്ന സമയത്താണ് മാനു 1.5 ഏക്കർ സ്ഥലം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം കൊടുത്തതിൽ 27 വീടുകളുടെ പണി തുടങ്ങി. ഇന്ന് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കഴിവ് കൊണ്ട് ഇന്നിവിടെ 27 വീടുകളുടെ പണി ഏകദേശം 70% പൂർത്തിയായി. റോഡിൻ്റെ വർക്ക് കാര്യങ്ങളുള്ളൂ. മോളൂസിന് നിങ്ങൾക്കറിയാം, നമ്മളെ വീഡിയോസിൽ വന്നിരുന്നു, 1-2 പ്രാവശ്യമായിട്ട് വീഡിയോ ഇട്ടു. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുമുണ്ട്. ആ ക്യാഷ് കയ്യിലുണ്ട് കേട്ടോ. അതിലുപരി ആ ഒരു വീഡിയോ കണ്ടിട്ട് അന്ന് മാനുക്ക നമ്മൾക്ക് ഈ ഒരു കൂട്ടത്തിലൊരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേൾട്ടൺ ഒരു ഓഫ് റോഡ് കൂട്ടായ്മ, എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള ആളുകളുണ്ട്, നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്.
ആ ഒരു സംഘടനയുടെ കീഴിലാണ് ഇന്ന് മോൾക്കൊരു വീട് കൊടുത്തിട്ടുള്ളത്. അവരുടെ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടു. വളരെയധികം അഭിമാനകരവും സന്തോഷവും നിറഞ്ഞ നിമിഷത്തിലാണുള്ളത്. മോൾക്ക് പനിയും കാര്യമൊക്കെ ഉണ്ട്. എന്താ ഒരു അവസരത്തിൽ പറയാനുള്ളത് മോളെ? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വീട് കിട്ടിയോണ്ട്. ഒന്നുകൂടി ഉറക്കനെ പറഞ്ഞാൽ കേൾക്കില്ല. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയോണ്ട് ഹൈറാണ്. ഓക്കെ, സന്തോഷമല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇനിയുള്ള ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇത് ചെയ്യുന്ന ആളുകൾക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ടൊക്കെ ഇതിന് കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഒരുപാട് ഉസ്താദുമാരെ കണ്ട്. ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു 10, 200, 300, 400 കിലോമീറ്റർ ഓടിയിട്ടാണ് ഈ വയനാടിൻ്റെ മലമ്പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു വീട് കൊടുക്കാൻ പറ്റി. ഇതിൻ്റെ ഔപചാരികമായിട്ടല്ല, ലീഗലി ഇനാഗ്രേഷന് നടക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം കുറച്ച് വർക്കുകൾ, റോഡിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇതൊക്കെ വീടുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബൗണ്ടറി തിരിച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പിന്നീട് വരുന്നേ ഉള്ളൂ. ഏതായാലും അൽഹംദുലില്ലാ ഇന്ന് ഈ ഒരു മോൾക്ക് വീട് കൊടുക്കുന്ന ചടങ്ങും അതുപോലെ തന്നെ മറ്റൊരു കുടുംബത്തിനും വീട് കൊടുത്തു. തൽക്കാലം ഇനി ബാക്കി പണികളും കഴിഞ്ഞിട്ടേക്കാരം ഉണ്ടാവുക. ഓക്കെ, അസ്സലാമു അലൈക്കും. അതിൽ നിന്ന് നല്ല വഴിയിലേക്ക് പോകാൻ വേണ്ടി നാം കുറഞ്ഞ കാല ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുക. അതാണ് ഈ പണ്ഡിതന്മാരെല്ലാം ചെയ്യുന്നത്. എത്രയോ ദൂരെ കിടക്കട്ടെ. ഇവിടെ ഇബ്രാഹിം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തൊടുപുഴ, ഈരാറ്റുപേട്ട, അങ്ങനെ ഏകദേശം 400 കിലോമീറ്റർ അകലെ നിന്ന്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം അല്ലാഹു നിശ്ചയിച്ചു. ആ ദുരന്തത്തിൽ നിന്ന് ആ ആളുകൾക്ക് അത്താണിയായി ഈ ഒരു സ്ഥലം അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ അവർക്ക് വസിക്കാൻ വേണ്ടി വീട് പണിയും ഇതെല്ലാം അല്ലാഹു തീരുമാനിച്ചത് പ്രകാരമാണ്. അല്ലെങ്കിൽ എത്രയോ ദൂരെ നിന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ സമയത്ത് ഇത്രയും ആലിമീങ്ങൾ പല സ്ഥലങ്ങളിലും പല പള്ളികളിലും അവർ ലീവ് എടുത്ത് വന്നവരാണ്. അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും ഇവരെ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം, ഈ പണ്ഡിതന്മാരെ. കാരണം അവരുടെ വലിയൊരു പരിശ്രമം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. മാനൂക്കാനൊക്കെ പോലെ എപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവരുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇഖ്ലാസ് മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് കാര്യം ചെയ്താലും നിയ്യത്താണ് വലുത്. ആ നിയ്യത്തിനൊക്കെ വലിയ പ്രതിഫലം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി, ഈ ഒരു കാര്യത്തിന് വേണ്ടി നാസർ ഉസ്താദ് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടേയിരിക്കും. ഉസ്താദിന്റെ സ്ഥാനമാണ് എനിക്ക്. എൻ്റെ മാതാവിന്റെ ജ്യേഷ്ഠത്തിയുടെ മകളെയാണ് ഉസ്താദ് വിവാഹം ചെയ്തിരിക്കുന്നത്. പക്ഷെ എപ്പോഴും വലിയ സ്നേഹത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെല്ലാം എപ്പോഴും വിളിക്കുന്നത്. സലീം ഉസ്താദ് ആണെങ്കിലും ഉള്ളാട്ടിൽ ഉസ്താദ് ആണെങ്കിലും എപ്പോഴും വലിയ സ്നേഹത്തോട് സന്തോഷത്തോടുള്ള മുഖത്തോടു കൂടിയാണ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പണ്ഡിത സഭയെ ഖിയാമത്ത് നാൾ വരെ മറ്റുള്ളവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ. കാരണം 3ാമത്തെ വീടാണെങ്കിലും അല്ലാതെ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് നടന്ന 2018 നടന്ന ഉരുൾപൊട്ടലിൽ 2-3 ദിവസം ഇവരുടെ സേവനം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾക്ക് കഷ്ടപ്പെടുന്നവർക്കുള്ള മറ്റു സഹായങ്ങൾ എല്ലാം കൊണ്ടും വലിയ ഒരു ഗുണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഈ പണ്ഡിത സഭയെ അല്ലാഹു ഉന്നതിയിലെത്തിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇവിടെ കൂടി എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനൊരു അവസരം നൽകിയ ഈ ഒരു കൗൺസിൽ ഉലമാക്കളെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സോട് കൂടി ദീർഘകാലം ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒറ്റൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം, അതിൽ അശേഷം ഒരു ചിന്ത പോലും അള്ളാഹുവിന് വിരുദ്ധമായിട്ടില്ലാതെ വരുമ്പോ ആ മഹത്തായ അമലിന് അള്ളാഹു നല്ലൊരു പേര് നിശ്ചയിച്ചിട്ടാണ് സത്യവിശ്വാസികളായ മുഅ്മിനീകൾ അവർ നാളെ പാരത്രിക ലോകത്ത് സ്വർഗീയ സോപാനത്തിലേക്ക് എത്തുമ്പോ അവരെ ആദരിക്കാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും എത്തുന്ന ഹൂറിങ്ങൾക്ക് അള്ളാഹു നൽകി കൊടുക്കുന്ന പേരുകളാണ് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല ഈ മഹത്തായ അമലിനെ നാളെ നമ്മളുടെ സഖികളായി വരുന്ന, നമ്മളുടെ ഇണകളായി വരുന്ന ഹൂറിങ്ങൾക്ക് നൽകുന്ന മഹത്തായ പേരായി ആ മഹത്തായ അമലിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പാടുപെട്ടിട്ടുള്ള ഇതിന്റെ മുഴുവൻ പ്രവർത്തകരെയും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവൃത്തിയെ അല്ലാഹുവിന്റെ പ്രീതിക്ക് പാത്രീഭവിച്ച അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്